ജീവിതത്തിലെ ഇല്ലായ്മകളോട് പോരാടുന്നവരാണ് യഥാർത്ഥ വിജയികൾ. കാരണം ജീവിതം അവർക്കൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ല, പടവെട്ടി നേടുന്ന വിജയമാണ് അവരുടേത്. 100% മാറ്റുള്ള വിജയം. അങ്ങനെ ഒരു പോരാളിയെ നമുക്ക് പരിചയപ്പെടാം. ലോകത്തിലെ കയ്യും കാലും ഇല്ലാത്ത ഏക വില്ലാളി പായൽ നാഗ്, ഒഡീഷക്കാരി, 17 വയസ്സുകാരി. 5-ാം വയസ്സിൽ വൈദ്യുതാഘാതമേറ്റ് അവളുടെ കൈകാലുകൾ നഷ്ടപ്പെട്ടു. വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്ന 10,000 വോൾട്ട് വൈദ്യുതി ലൈനിൽ നിന്ന് അബദ്ധത്തിൽ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. അതോടുകൂടി ജീവിതം നഷ്ടമായെന്ന് അവളുടെ മാതാപിതാക്കൾ വിലപിച്ചില്ല. അവളുടെ വായ കൈകാലുകൾക്ക് പകരമായി. കൈകാലുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതിന്റെ പരമാവധി വായ ഉപയോഗിച്ച് അവൾ ചെയ്യാൻ തുടങ്ങി. മനസ്സിലെ വർണ്ണചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തി നൃത്തം ചെയ്തു. പക്ഷേ ദരിദ്രരായ മാതാപിതാക്കൾക്ക് അവളെ ആ അവസ്ഥയിൽ പരിപാലിക്കുക ബുദ്ധിമുട്ടായി തീർന്നു. പിന്നീട് ജില്ലാ കളക്ടറുടെ സഹായത്തോടെ 2019 പായലിനെ ബാലംഗീറിലെ ബാലനികേതനിൽ എത്തിച്ചു. അതിനിടെ പായൽ വായ കൊണ്ട് വരച്ച ചിത്രങ്ങൾ ആരോ ഒരു ദിവസം എക്സിൽ പോസ്റ്റ് ചെയ്തു. അത് വൈറലായി. മുൻ സൈനികനും അമ്പെയ്ത്ത് വിദഗ്ധനും പരിശീലകനുമായ കുൽദീപ് വേദ്വാൻ 2022 അപ്രതീക്ഷിതമായാണ് ഈ ചിത്രം കാണുന്നത്. അത് അവളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. പായലിന് അസാധാരണമായിട്ടുള്ള കഴിവുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കുൽദീപിന് മനസ്സിലായി. അവളുടെ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചത്. അദ്ദേഹം അവളെ ജമ്മു കാശ്മീരിലെ കത്രയിലുള്ള തന്റെ ആർച്ചറി അക്കാദമിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ കാഴ്ച അവളുടെ ആത്മവിശ്വാസം മൊത്തം തകർക്കാൻ പോകുന്നതായിരുന്നു. പൂർണ്ണ ആരോഗ്യവാന്മാരായ കുട്ടികൾ. അവർ അനായാസമായി അമ്പെയ്ത്ത് കൈകാര്യം ചെയ്യുന്നു. കൈകാലുകളില്ലാത്ത താൻ ഇവർക്കിടയിൽ എന്ത് ചെയ്യുമെന്ന് ആകെ കൺഫ്യൂഷനിലായി പോയി അവൾ. പക്ഷേ കുൽദീപ് അവൾക്ക് ആത്മവിശ്വാസം പകർന്നു. അദ്ദേഹം അവൾക്കായി ഒരു ഉപകരണം ഉണ്ടാക്കി. കൃത്രിമ കാലിൽ ഘടിപ്പിക്കാവുന്ന ഒരു ഉപകരണം. അതുപയോഗിച്ച് പിന്നീട് അങ്ങോട്ട് കഠിന പരിശീലനത്തിന്റെ നാളുകൾ. ആത്മവിശ്വാസം വീണ്ടെടുത്തു. കൂടെ താങ്ങും തണലുമായി മൂത്ത സഹോദരി വർഷയും ഉണ്ടായിരുന്നു. അക്കാദമി ഹോസ്റ്റലിൽ അവളോടൊപ്പം സഹോദരി താമസിച്ചു. കുളിപ്പിക്കുന്നത് മുതൽ ഭക്ഷണം നൽകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ വെല്ലുവിളികൾ അവിടെ അവസാനിച്ചില്ല. അവളുടെ മുന്നിൽ ഒരു വലിയ തടസ്സമായി ചില നിയമങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. 2 കാലുകൊണ്ടും അമ്പെയ്യരുതെന്ന ഒരു നിയമം. കുൽദീപ് പിന്മാറാൻ തയ്യാറായില്ല. ഒരു കാലുകൊണ്ട് മാത്രം ഉപയോഗിക്കാവുന്ന മറ്റൊരു ഉപകരണം അദ്ദേഹം ഉണ്ടാക്കി. വലത് കാൽ കൊണ്ട് വില്ലുയർത്തി വലത് തോളിൽ വെച്ച് വായ കൊണ്ട് അമ്പ് തൊടുക്കാവുന്ന ഒരു ഉപകരണം. അങ്ങനെ കഠിന പ്രയത്നത്തിന് ഫലമുണ്ടായി. ഈ വർഷം ആദ്യം ജയ്പൂരിൽ നടന്ന പാരാ ആർച്ചറി നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പാരാലിമ്പിക്സ് ചാമ്പ്യനായ ശീതൽ ദേവിയെ പരാജയപ്പെടുത്തി സ്വർണം നേടി പായൽ ചരിത്രം സൃഷ്ടിച്ചു. അവളുടെ ആദ്യ ദേശീയ കിരീടം, അതും തന്റെ ആരാധനാപാത്രമായ താരത്തെ തോൽപ്പിച്ചുകൊണ്ട്. അവളുടെ ആത്യന്തികമായ ലക്ഷ്യം 2026 ടോക്കിയോ പാരാ ഏഷ്യൻ ഗെയിംസും 2028 പാരാലിമ്പിക്സുമാണ്. ആത്മവിശ്വാസവും കഠിനാധ്വാനവും അതുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. തന്റെ ജൈത്രയാത്രയെക്കുറിച്ച് പായലിന് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വീട്ടുകാരും പരിശീലകൻ കുൽദീപും. ये बच्चे का तो हाथ पैर नहीं है, क्या कर सकती है, ऐसे बोल के बोल रहे थे मम्मी पापा को. तो मम्मी पापा बहुत रोने लगते थे. कोई बोले भी थे कि ये बच्ची को मारते करके. फिर मम्मी पापा ना എഡ്മണ്ട് ഹിലാരിയുടെ വാക്കുകൾ കടമെടുത്താൽ നമ്മൾ കീഴടക്കേണ്ടത് പർവ്വതങ്ങളെയല്ല, നമ്മളെ തന്നെയാണ്. ആത്മവിശ്വാസത്തിനപ്പുറം മറ്റൊന്നുമില്ല. എല്ലാ തടസ്സങ്ങളും ആ മഹാമേരുവിന് മുന്നിൽ കീഴടങ്ങും. പരിശ്രമം ചെയ്യിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവർ നാം എന്ന് മലയാളികളെ ഉദ്ബോധിപ്പിച്ചത് കവി KC കേശവപിള്ളയാണ്. വിജയ കൊടുമുടിയിലേക്കെത്താൻ പായലിനാകട്ടെ. ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയരട്ടെ. ജഗദീശ്വരനോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു.